ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡുകൾ വന്നതോടെ മത്സരാർത്ഥികളുടെ ഗെയിമെല്ലാം താറുമാറായി. ഹൗസ് അടക്കി ഭരിച്ച് നിന്നിരുന്നവർക്ക് പോലും ഇപ്പോൾ അടിപതറുകയാണ്. ഇന്നേ വരെ വാക്ചാതുര്യം കൊണ്ട് ഹൗസിൽ ആധിപത്യം നേടിയിരുന്ന ജാസ്മിൻ പോലും ഇപ്പോൾ ഹൗസിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന അവസ്ഥയാണ്. ഇപ്പോഴിതാ തന്നെ ചവിട്ടിത്താക്കുകയാണെന്ന് പറഞ്ഞ് ജാസ്മിൻ കരയുന്ന രംഗങ്ങൾ ഉൾപ്പെട്ട പ്രൊമോയാണ് വൈറലാവുന്നത്. വൈൽഡ് കാർഡായ സിബിൻ ഉൾപ്പെട്ട ഒരു വഴക്ക് പരിഹരിക്കാനായി ഹൗസ് ക്യാപ്റ്റനായ ജാസ്മിൻ ഒരു മീറ്റിംഗ് ലിവിംഗ് റൂമിൽ വിളിച്ചു ചേർക്കുന്നതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. മീറ്റിംഗിൽ സംസാരിച്ചു തുടങ്ങിയ ജാസ്മിൻ സിബിനോട് നിന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തെറ്റ് ജാസ്മിൻ പറയുമോ എന്നാണ് സിബിൻ ചോദിച്ചത്. അതോടെ രോഷാകുലയായ ജാസ്മിൻ എൻ്റെ കണ്ണിൽ കണ്ട സാധനം പറയാമെന്ന് പറഞ്ഞ് വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു വൈൽഡ് കാർഡായ അഭിഷേക് ജയദീപ് ഇതെല്ലാം കേട്ട് ചിരിക്കാൻ തുടങ്ങി. താൻ സംസാരിക്കുന്നത് കേട്ട് അഭിഷേക് ചിരിക്കാൻ തുടങ്ങിയതോടെ ജാസ്മിൻ വീണ്ടും ദേഷ്യപ്പെടാൻ തുടങ്ങി. ചിരി വന്നാൽ ചിരിച്ചു പോകുമെന്ന് അഭിഷേക് പറഞ്ഞപ്പോൾ ജാസ്മിൻ ദേഷ്യത്തോടെ നോക്കുന്നതും പ്രൊമോയിൽ കാണാം. തുടർന്ന് എല്ലാവരും സംസാരിക്കാനും ബഹളം വയ്ക്കാനും തുടങ്ങിയതോടെ ജാസ്മിൻ തന്നെ തിരഞ്ഞെടുത്ത ആളുകൾ ഉൾപ്പെട്ട പവർ ടീം രംഗത്തെത്തി ജാസ്മിനെ സൈഡിലേക്ക് ഒതുക്കി സംസാരിക്കാൻ തുടങ്ങി. ക്യാപ്റ്റൻ എന്ന പരിഗണന പോലും നൽകാതെയാണ് പവർ ടീം അംഗങ്ങളായ അപ്സര, ഗബ്രി, അർജുൻ തുടങ്ങിയവർ കാര്യങ്ങൾ നിയന്ത്രിച്ചു തുടങ്ങിയത്. ജിൻഡോ അടക്കമുള്ളവർ സംസാരിക്കുന്നതും എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയാതെ ജാസ്മിൻ നിസ്സഹായയാകുന്നതും ഗബ്രിയോട് രോഷം പ്രകടിപ്പിക്കുന്നതുമെല്ലാം പ്രൊമോയിൽ കാണാം. അതിനിടയിൽ പെട്ടെന്ന് അപ്സര കയറി വന്ന് ക്യാപ്റ്റനോടടക്കം ഇരിക്കാനും പറയുന്നത് കേൾക്കാൻ ആവശ്യപ്പെട്ടതും ക്യാപ്റ്റൻ എന്ന പരിഗണന പോലും തരാതെ പവർ ടീം അംഗങ്ങൾ ഉൾപ്പെടെ തന്നോട് ആജ്ഞാപിക്കാൻ തുടങ്ങിയത് ജാസ്മിനെ തകർത്തു. ശേഷം ചവിട്ടിത്താക്കുന്നതിന് ഒരു പരിധിയുണ്ടെന്നും എനിക്ക് പറ്റുന്നില്ലെന്നും പറഞ്ഞ് ജാസ്മിൻ കരയുന്നതും പ്രൊമോയിൽ കാണാം. വീഡിയോ ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇങ്ങനൊരു അവഗണന പവർ ടീമിൽ നിന്ന് ജാസ്മിന് ആവശ്യമായിരുന്നുവെന്നാണ് പ്രേക്ഷകരിൽ ഏറെ പേരും കുറിച്ചത്. കാരണം മോഹൻലാൽ വരെ കഴിഞ്ഞ വീക്കെൻഡിൽ എപ്പിസോഡിൽ ശിക്ഷിച്ച ഗബ്രിയെയാണ് ജാസ്മിൻ ആദ്യം തന്നെ പവർ ടീമിലേക്ക് കൊണ്ടുവന്നത്. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിനക്കെല്ലാവരെയും ചവിട്ടിത്താഴ്ത്താം. നീ ചെയ്തതൊന്നും എവിടെയും ഇല്ല. ജിൻഡോയെ ഇതുപോലെ പരിഹസിച്ചപ്പോൾ ജാസ്മിൻ്റെ ഭാഗത്തൊന്നും ഇതൊന്നും കണ്ടില്ലല്ലോ. ജാസ്മിന് മറ്റുള്ളവരെ അടിച്ചിരുത്താനും കണ്ണുരുട്ടി പേടിപ്പിക്കാനും ഭരിക്കാനും പറ്റുന്നില്ല. അതിൻ്റെ കരച്ചിലാണ്. അതിന് ഇതുപോലെ BGM ഇട്ട് സഹതാപം കാണിക്കാൻ എന്തിരിക്കുന്നു? ഇവൾക്ക് മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്താം. പക്ഷേ ബാക്കിയുള്ളവർ ഇവളെ കുറ്റം പറഞ്ഞാൽ കരയും. ജാസ്മിൻ്റെ ഒരു അവസ്ഥ. അവൾ പിടിച്ച് പവർ ടീമിലിട്ട് അപ്സര അതിൻ്റെ നന്ദി പോലും കാണിക്കാതെ കറിവേപ്പിലയാക്കി കളഞ്ഞു ജാസ്മിനെ എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ. ഇപ്പോൾ ഹൗസിന് പുറത്തും ഏറ്റവും നെഗറ്റീവായി നിൽക്കുന്ന ഒരു മത്സരാർത്ഥി ജാസ്മിൻ ജാഫറാണ്. കഴിഞ്ഞ ദിവസം സായി കൃഷ്ണൻ എന്ന മത്സരാർത്ഥി എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് പോലും ജാസ്മിൻ ഇപ്പോഴും പഴയ ലവ് ട്രാക്കിലൂടെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.